കൂടോത്രം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി കൂടോത്രം ഒക്കെ ഉണ്ടോ? കൂടോത്രം ചെയ്ത് കൊടുത്തിട്ടുള്ള ആളുകൾ നരകിച്ചാ മരിക്കുക എന്ന് പറഞ്ഞിട്ട് നീ നശിച്ചു പോട്ടെ എന്നുള്ള സാധനമാണ്. ഒരു മുട്ടയിൽ വരച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കുഴിച്ചിട്ടിട്ടോ ഇത് കാണുന്നവരെ ഈ പറഞ്ഞ ആൾക്ക് ബാധിക്കുന്നില്ല. എങ്ങാനും ഇതൊക്കെ കണ്ടാല് പിന്നെ ഇയാള് ഇതെന്തായിരിക്കും തെരഞ്ഞു പിടിച്ചിട്ട് പോകും. ആ സമയം തൊട്ടിട്ട് പിന്നെ അയാളുടെ റിപ്പീറ്റഡ് തോട്ട് എന്തായിരിക്കും? ആമേൻ, ഇൻഷാ അല്ലാഹ്, തഥാസ്തു. തഥാസ്തു എന്നൊക്കെ പറയുന്നില്ലേ? എന്താണ് ഇതിൽ പറയുന്നത്? നിനയ്ക്കുന്നത് ഭവിക്കട്ടെ എന്നാ പറയുന്നത്. എനക്കെന്താ ചിന്തിക്കുന്നത് അത് കൊണ്ട് തരാനൊന്നും സമയമൊന്നുമില്ല. നമ്മൾ ചിന്തിക്കുന്നത് നടക്കട്ടെ. സോഷ്യൽ മീഡിയസിൽ അൽഗോരിതം എങ്ങനെ വർക്ക് ചെയ്യുന്നത്? ക്വാളിറ്റി ഉള്ള വീഡിയോ നമ്മൾ കൺസിസ്റ്റൻ്റ്ലി ഇട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി റീച്ച് ആകും. ഈ അൽഗോരിതം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാ? തഥാസ്തു, ഇൻഷാ അല്ലാഹ്, ആമേൻ എന്നൊക്കെ പറഞ്ഞ പോലെയാണ് ഇത് വർക്ക് ആവുന്നത്. പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ വേണമെന്നേ. ഞാൻ ഇച്ചിരി ഉടായിപ്പാ, ഷോർട്ട് കട്ടിന്റെ ഇസ്പേടാ ഞാൻ. എന്നെ ദ്രോഹിച്ചവരോട് പോലും ഞാൻ പറയുന്നറിയാം, ഈ ഡയലോഗേ ഉള്ളൂ. ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പൊ പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവായിട്ടാണ് നമ്മൾ ഇത്രയും സംസാരിച്ചത്. ഭയങ്കര എനിക്കിത് ഭയങ്കര ഇഷ്ടം ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാനോ. ഞാൻ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ വീഡിയോ അയച്ചു കൊടുക്കാറുണ്ട്. വേറെ ഒന്നുമല്ല, നെഗറ്റീവ് തോട്ട്സ് മാറട്ടെ. നിങ്ങൾ ഇതൊന്നും ചിന്തിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഇതൊരു 10 തവണ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നന്നാവേണ്ട. നിങ്ങളുടെ ആ നെഗറ്റിവിറ്റി ഇല്ല, ഒരു മൂഡ് സ്വിങ്സ്, അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത്. അല്ലാണ്ട് ഞാൻ അങ്ങനെ മോശമായിട്ട് പറഞ്ഞതല്ല കേട്ടോ. അവർ നന്നാവാൻ വേണ്ടിയില്ല, അവരൊരു ഊർജ്ജം ഉണ്ടാവട്ടെ എന്നുള്ള രീതി. ഇങ്ങനെയെങ്കിൽ നമുക്ക് നെഗറ്റീവ് തോട്ടുള്ള ഒരാൾക്ക്, ഇപ്പം ഞാൻ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ തമ്മിൽ തന്നെ ഇരിക്കട്ടെ, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, പക്ഷെ നിങ്ങൾ എൻ്റെ അടുത്ത സുഹൃത്തുമാണ്. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. എൻ്റെ മനസ്സിൽ ഈ മാനിഫെസ്റ്റേഷൻ തിയറി ഞാൻ വർക്കൗട്ട് ആക്കുവാണേ. വർക്കൗട്ട് ആക്കുന്നത് ഇങ്ങനെയാണ്, ഒന്നും തോന്നരുത് കേട്ടോ. അവൻ നശിക്കണം, മനസ്സിലാവുന്നുണ്ടോ? അവൻ നശിച്ചേ പറ്റുള്ളൂ. അത് ഞാനിങ്ങനെ നിരന്തരം പറയുക. അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കുകയും കൂടെ ചെയ്യുക. അതായത് ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ 10 പേരെ ആൾക്കാരെ കണ്ട് ഏഷണി പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കാര്യങ്ങൾ എനിക്കറിയാം, അത് ഞാനിങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഞാൻ നശിപ്പിക്കുന്നു. ഈ പറയുന്ന ഈ മാനിഫെസ്റ്റേഷൻ ഈ നെഗറ്റീവിൽ വർക്കൗട്ട് ആവുമോ ഇല്ലയോ? 100% വർക്കൗട്ട് ആവും. നമ്മൾക്കാണ് പ്രശ്നം വരിക എന്നുള്ളൂ. എനിക്കാണത്. അതെങ്ങനെയാണ്? ഞാൻ സിമ്പിളായിട്ട് ചോദിക്കട്ടെ. നമ്മളൊരു കനല് കൂട്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ എനിക്ക് ശരണ്യയോട് ദേഷ്യമുണ്ട്. ഞാൻ ആ കനല് വാരിയിട്ട് ശരണ്യയുടെ മേലേക്ക് എറിഞ്ഞു. ഏറ്റവും കൂടുതൽ ആർക്കാ പ്രശ്നം വരിക? എടുത്തെനിക്ക് ആണല്ലോ. എൻ്റെ ഇപ്പം ഞാൻ എടുത്തിട്ട് ശരണ്യയുടെ മേലേക്ക് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരണ്യയുടെ മേലെ ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് ആ സമയത്തുള്ളൊരു ചെറിയൊരു പെയിൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, ശരണ്യയുടെ കൈ വെന്തിട്ടുണ്ടാവും അല്ലേ? ശരണ്യ ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ വർക്കൗട്ട് ആക്കുന്നത് അവിടെ എങ്ങനെയാണ്? ഒന്ന് സിമ്പിളായിട്ട് തിങ്ക് ചെയ്ത് നോക്കൂ. അവൻ നശിക്കട്ടെ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ നാശം എന്ന് പറയുന്നൊരു ഫാക്ടറിനെയാണ് നമ്മൾക്ക് വിഷ്വലി വരുന്നത്. നമ്മളുടെ മൈൻഡിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാംഗ്വേജ് വർക്കാവുന്നുണ്ട്. നാശം എന്ന് പറയുന്നൊരു സാധനം ഇതിലിങ്ങനെ ട്രിഗർ ചെയ്യിപ്പിക്കുകയാണ്. ആ ക്യാരക്ടർ ഓരോ പ്രാവശ്യം അത് ചിന്തിക്കുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിനിൽ ഈ പ്രിൻറ്റിങ്സ് വരുന്നുണ്ട്. നമ്മളുടെ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയും, നമ്മളുടെ ആൻറ്റിന പുറത്തോട്ടേക്ക് ഫ്രീക്വൻസി വിടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഫ്രീക്വൻസി കരുതുന്നത് ശരണ്യക്ക് ഇത് വേണം. ഇത് അതിന് വേറെ വകഭേദങ്ങളില്ല. നമ്മളിപ്പോൾ എല്ലാ മതങ്ങളും പറയുന്നില്ലേ, ആമേൻ, ഇൻഷാ അല്ലാഹ്, തഥാസ്തു എന്നൊക്കെ പറയുന്നില്ലേ? എന്താണ് ഇതിൽ പറയുന്നത്? നിനയ്ക്കുന്നത് ഭവിക്കട്ടെ എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. നിനയ്ക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് നടക്കട്ടെ. ഇതാണ് എനിക്ക് എനക്കെന്താ ചിന്തിക്കുന്നത് അത് കൊണ്ട് തരാനൊന്നും സമയമൊന്നുമില്ല. ആ അൽഗോരിതം എങ്ങനെ വർക്ക് ചെയ്തിരിക്കുന്നത് മനസ്സിലായില്ലേ? ഇപ്പം ഈ ഇൻസ്റ്റാഗ്രാമിൽ അൽഗോരിതം വർക്ക് ആവുന്നില്ലേ? നമ്മൾ കൺസിസ്റ്റൻ്റ്ലി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയസിൽ അൽഗോരിതം എങ്ങനെ വർക്ക് ചെയ്യുന്നത്? ക്വാളിറ്റി ഉള്ള വീഡിയോ നമ്മൾ കൺസിസ്റ്റൻ്റ്ലി ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് ഓട്ടോമാറ്റിക്കലി റീച്ച് ആകും. ഓക്കെ, ഇതുപോലെ തന്നെ ഈ അൽഗോരിതം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാ? തഥാസ്തു, ഇൻഷാ അല്ലാഹ്, ആമേൻ എന്നൊക്കെ പറഞ്ഞ പോലെയാണ് ഇത് വർക്കാവുന്നത്. സിമ്പിളാണ്. നിങ്ങളിത് നെഗറ്റീവായിട്ട് ആ കാര്യം പുറത്തോട്ടേക്ക് കൊടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ച് ഇത് നമുക്ക് വേണമെന്നാണ് ചിന്തിക്കുന്നത്. നമ്മളിൽ സംഭവിക്കും, അവിടെയും സംഭവിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടച്ച് ചെയ്ത് അങ്ങ് പോകും. ചെറിയ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും. ആ ആൾക്ക് അതിനെ തരണം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒട്ടും ബാധിക്കില്ല. അല്ലാത്ത തരത്തിൽ ചെറിയ രീതിയിലൊക്കെ ബാധിക്കും. പക്ഷെ നമ്മളിവിടെ ഇപ്പം ഈ ഗൂഢോത്രം ചെയ്യുന്ന ആളുകളെ കുറിച്ചിട്ട് പറഞ്ഞു കേട്ടിട്ടില്ലേ?
ഗൂഢോത്രം ചെയ്യുന്ന ആളുകൾ, ഗൂഢോത്രം ചെയ്തു കൊടുത്തിട്ടുള്ള ആളുകൾ നരകിച്ചാ മരിക്കുക എന്ന് പറഞ്ഞിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? സിമ്പിളാണ്. ഇതാണ് ആക്ച്വലി കൂടോത്രമൊക്കെ ഉണ്ടോ? ഇതൊക്കെ മാനിഫെസ്റ്റേഷനാ. അതാണ് ഞാൻ നമ്മൾ കുറച്ച് നീ നശിച്ചു പോട്ടെ എന്നുള്ള സാധനമാണ്. ഇതൊക്കെ മാനിഫെസ്റ്റേഷനാണ്. ഇപ്പൊ ഇത് സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതിൽ പേടിയുള്ള ഒരാളാണ്. സിമ്പിൾ. ഗൂഢോത്രം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു മുട്ടയിൽ വരച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കുഴിച്ചിട്ടിട്ടോ ഇതാക്കിയെന്ന് കരുതുക. ഇത് കാണുന്നവരെ ഈ പറഞ്ഞ ആൾക്ക് ബാധിക്കുന്നില്ല. എങ്ങാനും ഇതൊക്കെ കണ്ടാൽ പിന്നെ ഇയാൾ ഇതിൽ വിശ്വാസമുള്ള ഒരാളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും തെരഞ്ഞു പിടിച്ചിട്ട് പോകും. മൈൻഡിൽ അത് ഇങ്ങനെ കിടന്ന് റീഡ് ചെയ്യും. ഇത് തെരഞ്ഞു പിടിച്ച് പോകും. തെരഞ്ഞു പിടിച്ചിട്ട് ഏതെങ്കിലും ആളടുത്തേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒരാൾ ഗൂഢോത്രം ചെയ്താണെന്ന് പറയും. ആ സമയം തൊട്ടിട്ട് പിന്നെ അയാളുടെ റിപ്പീറ്റഡ് തോട്ട് എന്തായിരിക്കും? എനിക്ക് എൻ്റെ മേലേക്ക് ആരോ ഗൂഢോത്രം ചെയ്തിട്ടുണ്ട്, എനിക്കിത് പ്രശ്നമാണ്. ആ പ്രശ്നം എന്ന് ചിന്തിക്കുന്ന സമയത്ത് പുള്ളി ഇതുവരെ ജനിച്ച സമയം തൊട്ടിട്ട് ഇന്ന് വരെ എന്തൊക്കെ പ്രശ്നങ്ങൾ പുള്ളിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ പുള്ളിയുടെ ബ്രെയിനിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഓക്കെ, അതിൻ്റെ ഫ്രീക്വൻസി ഇപ്പം നെഗറ്റിവിറ്റി വളരെ ഫാസ്റ്റായിട്ട് നമ്മളിലേക്ക് വരും അല്ലേ? ഇപ്പം ഫ്ലഡ് ഉണ്ടായി, നമ്മൾ ഉണ്ടാക്കി ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് കൊണ്ട് എന്ത് സംഭവിക്കുകയാണ്? നശിച്ചു പോവുകയാണ്. ഇതേപോലെ തന്നെ നെഗറ്റിവിറ്റി വളരെ ഫാസ്റ്റായിട്ട് വരും. കാര്യം നമ്മൾ ഓൾറെഡി നെഗറ്റീവ് ആണ് നമ്മളുടെ ഇതിൽ കൂടുതൽ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫാസ്റ്റായിട്ട് വരും. ഈ ഗൂഢോത്രം ഫലിക്കുന്നത് എങ്ങനെയാണ്? മനസ്സിലായില്ലേ? ഇതേപോലെയാണ് എല്ലാ കാര്യങ്ങളും. മാനിഫെസ്റ്റേഷനിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ ശരണ്യ ഇത് ചോദിച്ചതിനെ കൊണ്ട് ഞാൻ പറയാണ്, ദയവ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാതിരിക്കുക. കാര്യം നമ്മളാ നശിക്കുക കൂടുതൽ. ഞാൻ ഇന്ന് വരെ ഒരാളെ കുറിച്ച് എന്നെ ദ്രോഹിച്ചവരോട് പോലും ഞാൻ പറയുന്നത് എന്നാന്നറിയോ, മറ്റേ ആവേശത്തിനകത്ത് ഈ ഡയലോഗേ ഉള്ളൂ. മനസ്സുകൊണ്ട് വേദന ഉണ്ടെങ്കിലും നന്നായി അതേ പറയത്തുള്ളൂ. സീരിയസ്ലി. അപ്പൊ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അതിനെ കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇങ്ങനെ നിൽക്കാൻ വേണ്ടി കഴിയുന്നത് അതിനെ കൊണ്ടാണ്. അപ്പം നമുക്കിപ്പം പല പല അടികൾ വന്നിട്ടില്ലേ ജീവിതത്തില്. പക്ഷെ പക്ഷെ എന്നാലും ഇപ്പൊ എത്തി നിൽക്കുന്നത് 1 ലക്ഷം ഫോളോവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 1 ലക്ഷം ആളുകൾ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ, 1 ലക്ഷം ആളുകൾ നമ്മളുടെ ചാനൽ വന്നിട്ട് കേറിയിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ, ആ പീപ്പിൾ അസെറ്റിനെ ബിൽഡ് ചെയ്യാനുള്ള ഓറ നമ്മൾ ബിൽഡ് ചെയ്തതിനെ കൊണ്ടാ അല്ലേ? ഏറ്റവും വലിയ അസെറ്റ് എന്ന് പറഞ്ഞാൽ അതല്ലേ? പീപ്പിൾ അസെറ്റ് അല്ലേ ഏറ്റവും വലിയ അസെറ്റ്. അതിനെ നമ്മൾ ബിൽഡ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അതിന്റെ റീസൺ ഇതൊക്കെ ആയിരിക്കും. ഇത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പ്രാക്ടീസ് ചെയ്യുന്നതിനെ കൊണ്ടാണ്. ഈ പോസിറ്റിവിറ്റീസ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പ്രാക്ടീസ് ചെയ്യുന്നതിനെ കൊണ്ടാണ്. ചേട്ടാ, ഞാനേ ഈ പറഞ്ഞതിനകത്ത് ഒരു ഡൗട്ട് കൂടെ ഉണ്ട്. നമ്മൾ ഈ അമ്പലത്തിലൊക്കെ അല്ലെങ്കിൽ വെറുതെ ഈ മറൈൻ ഡ്രൈവിൽ പോയിട്ടുണ്ടോ? അവിടെ ഇങ്ങനെ കൈ നോക്കാനൊക്കെ കുറേ ആൾക്കാർ വരത്തില്ലേ? ഞാൻ അവരെ കുറ്റം പറഞ്ഞല്ലോ കേട്ടോ, ഉപജീവനം. അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, അതാണ് എൻ്റെ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതാണ്, ലൈഫിൽ ഈ മാനിഫെസ്റ്റേഷൻ നടത്തിയിട്ടാണോ താങ്കൾ ഇത് ഞങ്ങൾക്ക് പറയുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. അത് എൻഡിലേക്ക് വരുമ്പോൾ അതേ സാധനം ഞാൻ വേറെ രീതിയിലാണ് ചോദിക്കുന്നത്. ഈ പറയുന്ന കൈനോട്ടക്കാർ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും, കൈ നോക്കിയിട്ട് മോളെ നല്ല ഐശ്വര്യമുള്ള മുഖം, മോളിങ്ങി വന്നേ. അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, എൻ്റെ ഒരു ഡൗട്ടാണ്, ഇവർക്ക് സ്വയമായിട്ട് കയ്യോ മുഖമോ, ഞാൻ അങ്ങനെ അവരെ കൊച്ചാക്കിയതല്ല. അപ്പൊ അവർക്കറിയാലോ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത്. തടയിടാവില്ല. ഞങ്ങളൊക്കെ ചിന്ത പോലെ ഇപ്പം എനിക്ക് ആ കഴിവില്ല. ഏത് കൈ നോക്കിയോ നിങ്ങളുടെ മുഖം നോക്കിയോ പറയാൻ എനിക്ക് കഴിവില്ല. പക്ഷെ അവർക്ക് ആ കഴിവുണ്ടെങ്കിൽ സ്വന്തമായി ഇങ്ങനെ ഈ പറയുന്ന പോലത്തെ നടക്കാണ്ട് ഇത് നോക്കി എനിക്ക് നാളെ ഒരു പ്രശ്നം വരും, എങ്കിൽ ശരി ഇന്നത്തേക്ക് നടത്തിക്കൂടെ? ഞാനൊരു സിമ്പിളായിട്ട് ചോദിക്കുന്നതാണ്. നമ്മൾ ആ ഒരു കൂട്ടം ആളുകളെ നമ്മൾ അങ്ങനെ പറയേണ്ടതായിട്ടില്ല. എന്നാൽ പോലും പറയാം, ഞാൻ അവരെന്നല്ല, മൊത്തത്തിൽ ഈ ജ്യോതിഷം ഉൾപ്പെടെ ഞാൻ അവരെന്ന് പറയുന്നത് ആലോചിച്ച് ചോദിക്കുക. അവരെന്ന് ഞാൻ പറഞ്ഞത് അവരെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയപ്പോൾ എന്നെ ഒരാൾ വിളിച്ചു, മോളെ ഇങ്ങി വന്നേ. ഞാൻ ചോദിച്ചു എന്തിനാ ചേട്ടാ? മോളുടെ മുഖം നോക്കി പറയാം. ഞാൻ പറഞ്ഞു ഒന്നും പറയണ്ട, എനിക്ക് താല്പര്യമില്ല, ഇങ്ങോട്ട് വന്നേ ഒരു കാര്യം പറയണ്ട. അപ്പം എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു, പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം. ഞാൻ പറഞ്ഞു ചേട്ടൻ എന്തെങ്കിലും പറയണ്ട, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. പുള്ളിയുടെ കൈനോട്ടോ നിന്ന് കാലുകൊണ്ടോ പുള്ളി വണ്ടടിച്ചിരുന്നു. ഞാൻ പറഞ്ഞു അവരെ പറയുന്നതല്ല കേട്ടോ, മൊത്തത്തിൽ ജ്യോതിഷം അടക്കം. ഒരു വീട്ടിലൊരു പ്രശ്നമുണ്ട് ഉടനെ നമ്മൾ അമ്പലം, പള്ളി, തലയ്ക്ക് പിടിക്കൽ, അടിമപ്പണം, ഇങ്ങനെ ഓരോ രീതിയിലുണ്ടല്ലോ, ജപിച്ച് കെട്ടൽ, ഇതൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഇവരാരും ഇവരുടെ നോക്കാറില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതിനകത്ത് പറയേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പൊ ഒരു സ്വർണം കട്ട കേസുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഏറ്റവും അടുത്ത ആൾക്കാരാ. ഇവർക്കറിയാലോ ഇത് കട്ടാൽ പിടിക്കപ്പെടും. ആ ദശയുണ്ടല്ലോ, ഒരു ദശ പറയുന്നൊരു ദശ, ആ ദശയൊക്കെ ഇവർക്ക് അറിയാലോ. പിന്നെ എന്ത് പറ്റി?
അല്ല ഇതെന്താ വിശേഷിച്ചാൽ ഇപ്പോൾ ഈ കൈനോക്കുന്ന ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളുടെ ക്യാരക്ടർ എന്താണോ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ബിൽഡ് ചെയ്യുക. നമ്മൾ എന്ത് ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നു, അവർക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ തരണം ചെയ്തുകൂടെ എന്ന് ചോദിച്ചത്. അവർ ആ ക്യാരക്ടർ ബിൽഡ് ചെയ്തിട്ടില്ലെങ്കിലോ അവരാകെ ഈ പറഞ്ഞിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഇന്ന രീതിയിലേക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അവരുടെ അടുത്ത് നിന്ന് ഒരു 100 രൂപ കിട്ടും. ഇത്രയും അവരുടെ മൈൻഡ് അവർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുള്ളൂ. അതിന് മേലെ ബിൽഡ് ചെയ്തിട്ടുള്ള ആളുകൾ നിങ്ങൾ നോക്കിയാൽ മതി. എന്താ പറയുക, പല പല റീഡിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ 1 മില്യൺ ഫോളോവേഴ്സൊക്കെ ഉള്ള ഈ പറഞ്ഞിട്ടുള്ള ആളുകൾ തന്നെ ഉണ്ട്. അവർക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടോ? പ്രശ്നം ഉണ്ടാകാം, പക്ഷെ ആ പ്രശ്നത്തിന് അവർ തരണം ചെയ്യുന്നത് വേറെ ആറ്റിറ്റ്യൂഡിലായിരിക്കും അല്ലേ. അവരിലേക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ പൈസയാണ് വരുന്നത്, വലിയ പൈസ അവരിലേക്ക് വരുന്നില്ലേ? അല്ലേ, മനസ്സിലായില്ലേ? അപ്പൊ ആ ക്യാരക്ടർ ഫോർമേഷൻ ആണ് അവിടെയൊക്കെ ബാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ക്യാരക്ടർ ഫോർമേഷൻ അവർക്ക് അത്രയേ ഉള്ളൂ. അല്ല, ഇത് ഞാൻ പറയാൻ കാരണം പല കുടുംബങ്ങളിലും പ്രശ്നമാണെന്ന് പറയുമ്പോൾ ഇവരിങ്ങനെ അമ്പലങ്ങളിലാണെങ്കിലും മൊത്തത്തിലാട്ടോ ഞാൻ പറയുന്നത്. എന്താ പറയുക, ഒരു സിംബോളിക് ആയിട്ട്. ഇപ്പം ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ഇപ്പോൾ പണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു കഥ ഉണ്ടായിരുന്നു അല്ലേ. ഒരാൾ ഏലസ് അല്ല എന്തോ ഒരു കല്ല് എന്താ പറയുക മന്ത്രിച്ചിട്ട് കൊടുത്തിട്ട് അത് വിറ്റിട്ട് പൈസ ഉണ്ടാക്കുന്ന, ഈ കല്ല് കയ്യിലുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പണക്കാരനാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതില്ലായിരുന്നു. ഇതൊക്കെ സിമ്പിളാണ്. ഇപ്പം നിങ്ങളെ കയ്യിൽ ഒരു കാര്യമുണ്ട്, ഒരു ഡിവൈസ് ഉണ്ട്. ഓക്കെ, ആ ഡിവൈസ് കയ്യിൽ വെച്ചാൽ ഞാൻ വിജയിക്കും എന്ന് നിങ്ങൾക്കൊരു വിശ്വാസം വന്നു എന്ന് കരുതുക. അതങ്ങോട്ട് പോക്കറ്റിലിട്ടാൽ, അതല്ലെങ്കിൽ നമ്മളുടെ വാലറ്റിൽ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വിജയിക്കും എന്നുള്ളൊരു ഉറപ്പാണ് നിങ്ങൾക്കുള്ളതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങൾ വേഗം നിങ്ങളുടെ കൈ എവിടേക്കാണ് പോവുക? ആ ഡിവൈസിന്റെ മേലേക്ക് ആയിരിക്കും അല്ലേ. ആ ഡിവൈസിന് മേലെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തോട്ട് എങ്ങനെ വർക്കാവും? നേരെ സ്വിച്ച് ചെയ്ത് ഇതുള്ളത് എന്നെ അതിനും കൂടെ എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഞാൻ രക്ഷപ്പെടും, ഞാൻ സക്സസ്ഫുൾ ആകും. ഓക്കെ, ഇതാണ് അവിടെ വർക്കാവുന്നത്. ഇപ്പം അമ്പലത്തിൽ പോയിട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് താഴെയുള്ള ആളുകളാണ് അമ്പലത്തിൽ പോയിട്ട് എന്താ പറയുക പുഷ്പാഞ്ജലിയും കാര്യങ്ങളും അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കണ്ടന്റ് ആയിരിക്കും. എനിക്ക് തെറിവിളി കിട്ടുമെന്ന് എനിക്കറിയാം. അതിനാണ് ഈ ചോദ്യം ചോദിച്ചതെന്ന് എനിക്കറിയാം. എന്നാൽ പോലും ഞാൻ പറയാണ്, ഇത് അവിടെ ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് നടക്കുന്നത്. അത് അവരുടെ മൈൻഡ് സെറ്റ് ഉയരാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ 369 പ്രാക്ടീസ് ചെയ്യുന്നു, അവർ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നു, ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മളുടെ മൈൻഡ് സെറ്റിനെ പോസിറ്റിവിറ്റിയിലേക്ക് സ്വിച്ച് ചെയ്യിപ്പിക്കുന്നു. നമ്മൾ മൈൻഡ് അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞാൻ വിജയിക്കുമെന്ന് ചിന്തിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവിടെ മൈൻഡ് സെറ്റാണ് വർക്കാവുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു 369 പ്രാക്ടീസ് അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന സമയത്തുള്ള പ്രാക്ടീസ്. എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചാണ്, ഇത് എന്താ പറയുക വൈശാഖ് പറയുന്ന കാര്യങ്ങളൊക്കെ എന്താ പറയുക ഉസ്താദൊക്കെ ചെയ്തു തരുന്നുണ്ടല്ലോ, ഇതൊക്കെ തങ്ങന്മാർ ചെയ്തു തരുന്നുണ്ടല്ലോ ഒക്കെ ചോദിച്ചു. ഇതൊക്കെ ഈ ടെക്നിക്സ് ഒക്കെ സംഭവിക്കുന്നത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ നമ്മളുടെ പ്രിൻറ്റിങ്സിനെ മാറ്റുക. അവിടെ നമ്മൾ തെറ്റായിട്ട് ചെയ്താൽ അത് തെറ്റായിട്ട് നടക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പള്ളിയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ പോയിട്ട് നമ്മൾ കൊടുക്കുന്ന ലാംഗ്വേജ് ഉണ്ടല്ലോ, അത് തെറ്റായി കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ കാണുന്ന ഇമേജും വിഷ്വൽസും തെറ്റായി കഴിഞ്ഞാൽ അത് നമ്മളിലേക്ക് അങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ചില ആളുകൾക്ക് ഇത് നേരിട്ട് ചെയ്യാം. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 100% ഉറപ്പാണ്. എൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് എനിക്ക് 100% ഉറപ്പാണ്. ഇപ്പോൾ ശരണയ്ക്ക് 100% ഉറപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യണ്ട. ഓക്കെ, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പോയിട്ട് ആ ഹോമകുണ്ടവും അവിടുത്തെ മറ്റേ കോഴീനെ വെട്ടുന്നതൊക്കെ കണ്ട് ആ ചോരയൊക്കെ ഇങ്ങനെ തെറിക്കുന്ന കണ്ടാൽ ഇത് മനസ്സിലായില്ലേ, ഇത് എൻ്റെ ബാധ ഒഴിയുള്ളൂ അല്ലെങ്കിൽ എൻ്റെ മേലുള്ള എൻ്റെ ദോഷങ്ങൾ തീരുള്ളൂ എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരവിടെ പോയിട്ട് ചെയ്താൽ അത് മാറുള്ളൂ. ഞാൻ പലപ്പോഴും ഞാൻ തന്നെ പറയാറുണ്ട്, ഞാനൊരു എയ്ത്തിസ്റ്റ് ആണെന്ന് ഞാൻ പറയാറുണ്ട്. അത് ഞാൻ പറഞ്ഞതല്ല, എൻ്റെ ലൈഫ് കൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തൊരു കാര്യം. പ്രാക്ടീസ് എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല എൻ്റെ അച്ഛൻ ക്യാൻസർ വന്നാൽ മരിക്കുന്നത്. അപ്പം ഒരു വെള്ളിയാഴ്ച ഇങ്ങനെ എല്ലാവരും പറഞ്ഞു അച്ഛന് അസുഖം കൂടുതൽ. അപ്പോൾ എനിക്ക് മാത്രം അറിയില്ല അച്ഛൻ മരിക്കുമെന്ന്, എനിക്ക് മാത്രം അറിയത്തില്ലാത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്ന് കാണുക. ഈ നമ്മുടെയൊക്കെ നാട്ടിൽ അങ്ങനെയാണല്ലോ, അവസാന നാളുകൾ കാണുക എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് വെപ്രാളം, എൻ്റെ ചങ്കൊക്കെ പിടച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ തലേന്ന് ശനിയാഴ്ച അച്ഛനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. ഞാൻ മരിക്കും വരെ അച്ഛനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. നേരം വെളുത്തിട്ട് അച്ഛനെ ഇങ്ങനെ തല തൊട്ട് കാല് വരെ ഞാനിങ്ങനെ പൈസ ഒഴിഞ്ഞ്
ഞാൻ കോട്ടയത്തുള്ളൊരു ഫേമസ് അമ്പലത്തിൽ പോയി അവിടെ ഇരുന്ന് അങ്ങ് കരഞ്ഞ് പ്രാർത്ഥിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വൈകുന്നേരമായപ്പോൾ അച്ഛൻ മരിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല, ഞാൻ അന്ന് മുതൽ ഞാൻ ഭയങ്കരമായിട്ട് റിവൈസ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ലൈഫിൽ എന്താണ് എനിക്കങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയിട്ടുള്ളത്? ഒന്നുമില്ല. ഞാൻ കഷ്ടപ്പെടാണ്ട് ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പം നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ പോലും എന്താണ്, നമ്മൾ ചിന്തകൾ കൊടുക്കണം, അപ്പോൾ നമ്മൾ പ്രവർത്തിക്കണം. ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിച്ചോണ്ട് എനിക്കൊന്നും നടക്കത്തില്ല. ഞാൻ അതിന് വേണ്ടി ഇറങ്ങണം, പ്രവർത്തിക്കണം, എല്ലാം ചെയ്യണം. അപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നീട് ഞാനിങ്ങനെ അകലാൻ തുടങ്ങി. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ഫാമിലിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർ, ഞാൻ അമ്പലത്തിൽ നിന്ന് പോകാത്തതും വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്നെ ഭയങ്കര പ്രശ്നമായി. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, അവരുടെ കൂടെ നിൽക്കാൻ തുടങ്ങി. കാരണം അവരെ എനിക്ക് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, ഈ തലവേദന പറഞ്ഞില്ലേ, പോയാൽ തലവേദന പോകുന്നതാണല്ലോ നല്ലത്, ഞാൻ അവരുടെ കൂടെ പോയി. പക്ഷെ ഇപ്പം എന്നെ അംഗീകരിക്കാൻ തുടങ്ങി വീട്ടുകാർ, എൻ്റെ ഇഷ്ടത്തിന്. അത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ. പക്ഷേ ഞാൻ ചില സമയം ഒരമ്പലത്തിൽ പോകും. ആ അമ്പലത്തിൽ പോകുന്നത് ഞാൻ പ്രാർത്ഥിക്കാനല്ല. അപ്പം ഞാൻ ഏത്തിസ്റ്റാന്ന് പറയുമ്പോൾ പിന്നെ അവിടെ പോകുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ നടത്താനാണ്. എൻ്റെ അച്ഛൻ മരിച്ചുപോയ എൻ്റെ അച്ഛൻ, കാരണവന്മാർ, ഇതൊക്കെ നമ്മളൊരു വീഡിയോ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവരോട് അവിടെ ചെന്ന് എനിക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസമാണ് കേട്ടോ. അത് മാസത്തിൽ ഒരു തവണ ഞാൻ അവിടെ ചുമ്മാ പോകും. അവിടുത്തെ ആൾത്തറയിലൊക്കെ പോയിരുന്ന് കുറച്ച് നേരമൊക്കെ ഇരിക്കും. അതുകൊണ്ട് അവരെല്ലാം ഞാൻ സംസാരിക്കും, അവരോടൊക്കെ ഞാൻ സംസാരിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ ഇതുവരെ എന്തൊക്കെയാണ് നേടിയത്, നിങ്ങൾ എന്താ എനിക്ക് വേണ്ടി ചെയ്തത്, ഇതെനിക്ക് വീട്ടിലിരുന്നും ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാൻ. പക്ഷെ ഞാൻ ഇവരോട് ഇങ്ങനെയൊക്കെ പറയും. എന്നാത്തിനാ നിങ്ങളായിട്ട് ഇങ്ങ് കൊണ്ടുവന്നതാണ്, അപ്പോൾ എന്നെ നോക്കേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് പറയും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ ഞാൻ ഒരു എയ്ത്തിസ്റ്റ് ആണെന്ന് ഞാൻ പറയുകയും അതേസമയം എനിക്കിതെല്ലാം പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അതെൻ്റെ മനസ്സിൻ്റെ എന്താണ്, അതെന്ത് തരം പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. ഒരു എയ്ത്തിസ്റ്റ് എന്ന് പറയുമ്പോൾ ഫുൾ ഇതിനെ എതിർക്കണം, സയൻസിനെ മാത്രം നോക്കണം. പക്ഷെ എനിക്കത് പറ്റുന്നില്ല. ഇങ്ങനൊരു മനുഷ്യൻ, ഇപ്പം ഞാനാണ് എന്നെ എക്സാമ്പിൾ പറഞ്ഞത്, നിങ്ങളുടെ മുന്നിലേക്ക് വന്നാൽ എനിക്ക് പറ്റിയൊരു മാനിഫെസ്റ്റേഷൻ, അല്ലെങ്കിൽ എന്നെ ഒന്നുകൂടെ എൻ്റെ ചിന്താഗതിയെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു വേ ഏതായിരിക്കാം? ഈ പറഞ്ഞൊരു സിറ്റുവേഷനിൽ ഇത് നമ്മൾ ഭയങ്കര ഫ്ലെക്സിബിളാ. അത് കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി എവിടെ ഫ്ലെക്സിബിലിറ്റി ഉള്ളത് അതൊന്ന് പറഞ്ഞുതരൂ. നിങ്ങൾ മാനിഫെസ്റ്റേഷനിൽ അവിടെയും ചെയ്തത് ആണോ? നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആംബിയൻസ് ആ ക്ഷേത്രത്തിൽ പോയപ്പോൾ കിട്ടി അല്ലേ? ഒരു ആംബിയൻസ്, ഒരു അവിടെ ഉണ്ട് എൻ്റെ എല്ലാവരും. അതൊരു വിശ്വാസമായിരുന്നു. അത് ക്ഷേത്രം പോലുമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതെന്റെ ആൾക്കാരുള്ള സ്ഥലം, എൻ്റെ ഒരു തറവാട്, അല്ലെങ്കിൽ എൻ്റെ ആൾക്കാരുള്ള ഒരു സ്ഥലം, എൻ്റെ കാരണവന്മാരുള്ള സ്ഥലം. അതെ, അതാണ് നിങ്ങൾ ബിലീവ് ചെയ്തത്. നിങ്ങൾ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇത് തരുന്നില്ല. നിങ്ങൾ അവിടെ പോയിട്ട് പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞത്? എനിക്ക് ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടോ. അവിടെ നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക ചെയ്തത് അല്ലേ? നന്ദി പറയുക ചെയ്തത് ഉള്ളിൻ്റെ ഉള്ളിൽ അല്ലേ? അത് നിങ്ങൾ ആരോടാ പറഞ്ഞത്? നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിങ്ങളുടെ കാരണവന്മാരോടാ പറഞ്ഞത് അല്ലേ? ഓക്കെ, കാരണവന്മാരായിക്കോട്ടെ, ദൈവമായിക്കോട്ടെ, അല്ലെങ്കിൽ യൂണിവേഴ്സ് ആയിക്കോട്ടെ, നിങ്ങളത് പറയുന്നു. നിങ്ങളിത് ഓരോ മാസം പോയിട്ട് പറയുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിനിൽ, നിങ്ങളുടെ ന്യൂറോൺസിൽ സ്ട്രോങ് ആയിട്ടുള്ള പ്രിൻറ്റിങ്സ് അഗൈൻ വരികയല്ലേ? നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള മാനിഫെസ്റ്റേഷനല്ല അവിടെയും ചെയ്തത്. എനിക്കൊരു മാസം പോയില്ലെങ്കിൽ ഞാൻ ഈ മാസം പോകാത്തോണ്ടാ ഇതെനിക്ക് ഓടാത്ത, ചുമ്മാ ഞാൻ വരാം ക്ഷമിക്ക് ഇങ്ങനെയൊക്കെ പറയും ഞാൻ. അതെ, ഇതാണ് ഇപ്പോൾ ചില ആളുകളുണ്ടല്ലോ ഈ വിഗ്രഹത്തിൻ്റെ മുന്നിൽ പോയിട്ട് വർത്തമാനം പറയുന്നത്. അത് വർത്തമാനം പറഞ്ഞാൽ അവിടെ നടക്കുന്നത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രഷൻ ആയിട്ടാണ്. മനസ്സിലായില്ലേ? അത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നു. മാനിഫെസ്റ്റേഷൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഷോർട്ട് കട്ട് ചോദിക്കില്ല. ഇപ്പം നമ്മളെല്ലാത്തിനും ഷോർട്ട് കട്ട് തിരഞ്ഞെടുക്കുന്ന ആളുകളല്ലേ? തീർച്ചയായും. ഈ ഷോർട്ട് കട്ട് നിങ്ങളത് അറിഞ്ഞോ അറിയാതെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു. അതിങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി. നമ്മൾക്ക് അതിൻ്റെ ഉള്ളിലുള്ള വിഗ്രഹത്തിൽ മാത്രമല്ല ചൈതന്യം ഇരിക്കുന്നത് എന്നുള്ള ഒരു വലിയ തിരിച്ചറിവുണ്ടായി. അത് എൻ്റെ ഓരോ കോശങ്ങളിലുണ്ട്, ഇവിടെ എല്ലാത്തിലും ഉണ്ട് എന്നുള്ള തിരിച്ചറിവ്. ആ ചൈതന്യം എല്ലായിടത്തും ഉണ്ട് എന്നുള്ള തിരിച്ചറിവ്. പിന്നെ അവിടെ പോയപ്പോൾ അവിടെ മേ ബി ഈ പറയുന്ന ഏത്, ഇപ്പം പള്ളിയിലായിക്കോട്ടെ, അമ്പലത്തിലായിക്കോട്ടെ, ഇപ്പം ഞാനും പോകുന്ന ആളാണ്. അവിടെ പോയിട്ട് ഞാൻ ഇപ്പം എൻ്റെ വൈഫും മകളൊക്കെ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ പറയുന്ന സമയത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മോൾ എന്നോട് പറയും, അച്ഛൻ എന്താ അതിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? അവിടേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണാം, ഒന്നും പ്രാർത്ഥിക്കുന്നൊന്നുമില്ലല്ലോ. പ്രാർത്ഥിക്കണ്ട, എനിക്കുള്ളത് എനിക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി കഴിയും. അങ്ങനെയാണ് എന്നെ ബിൽഡ് ചെയ്തിരിക്കുന്നത്, എനിക്ക് 100% ഉറപ്പുണ്ട്. ഓക്കെ,
അപ്പം ഞാൻ അവിടെ പോയിട്ട് അവിടുത്തെ ആ ആംബിയൻസ് അല്ലേ, ഒരു രസകരമായിട്ടുള്ള ആംബിയൻസ്, ഒരു പച്ചപ്പ് ഹരിതാവ്യ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ആംബിയൻസ്, ആ പോസിറ്റീവ് ഓറ അവിടെ ഉണ്ട്. അത് ചില പള്ളികളിൽ പോവാറുണ്ട് ഞാൻ എനിക്ക് തോന്നുന്ന സ്ഥലം, അതായത് എനിക്ക് ഇവിടെ പോകണം എൻ്റെ മൈൻഡാണ് പറയുന്നത്, നീ അങ്ങോട്ട് വിട്ടോ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയിരിക്കും. എനിക്ക് വേറെ ഒന്നും വേണ്ട. അത് ചിലപ്പോൾ ഒരു സ്ഥലമായിരിക്കാം. അവിടെ ചെയ്യുന്ന പ്രാക്ടീസസ്, എന്തെങ്കിലും നെഗറ്റീവ് പ്രാക്ടീസസ് ഈ പറഞ്ഞ ഏതെങ്കിലും സ്ഥലത്ത് ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല, ആരും ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ വരുന്ന ആളുകളും ഈ പറയുന്ന പോസിറ്റീവ് ഫ്രീക്വൻസിയാണ് ഇതാക്കുന്നത്. അപ്പോൾ അവിടുത്തെ അന്തരീക്ഷം ഒരു പോസിറ്റീവ് ആയിരിക്കും. അതിനുകൊണ്ട് തന്നെ നമ്മൾ അവിടേക്ക് പോകുന്ന സമയത്ത് നമ്മളും പോസിറ്റീവ് ആവുന്നു. നിങ്ങൾക്ക് എസ്പെഷ്യലി ആ പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ 100% വിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, ഇവരുമായിട്ട് ഇപ്പം ഞാൻ പറയും ചില ആളുകളോട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനോട് എന്ന് പറഞ്ഞാൽ മതി. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് നിങ്ങൾക്ക് വിശ്വാസം. ഓക്കെ, ഇനിയിപ്പോൾ ഇതൊന്നുമല്ല, നിങ്ങൾക്ക് വല്ല കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലാണ് നിങ്ങൾക്ക് വിശ്വാസം എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് പറഞ്ഞോ. ഓക്കെ, എന്തൊന്നുമില്ല. അവിടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ വിധം. ഓക്കെ, അതിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിലേറ്റവും സിമ്പിളായിട്ടുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഇതിൽ സംഭവിക്കുന്നത് സിമ്പിളാണ്. ഇപ്പം നമ്മൾ മോർണിംഗിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തു എഴുതുക. ഓക്കെ, ഈ എഴുതുന്ന സമയത്ത് സ്ട്രോങ് പ്രിൻറ്റിങ്സ് വരും. ഇതാണ് എഴുതുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യം. രാത്രി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു, നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്യാം അല്ലേ. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന ഇത്രയേ ഉള്ളൂ, നമ്മളുടെ മൈൻഡ് വീണ്ടും 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 പുറത്തോട്ടേക്ക് നമ്മളെ ഫ്രീക്വൻസി വിട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേണ്ടുന്നത് ഇതാണ്. ഈ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളുടെ ബ്രെയിന് ഇപ്പോൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ പുറത്തോട്ടേക്ക് വിടുന്നത് എന്താണ്? പോസിറ്റീവായിട്ടുള്ള ഫ്രീക്വൻസീസ്. ഈ ജീവിതത്തിൽ കിട്ടിയ കാര്യങ്ങളോടൊക്കെ നന്ദി പറയുന്നു. അപ്പോൾ അവിടുന്ന് വീണ്ടും തിരിച്ച് എന്താ പറയുക, ന്യൂട്ടൻ്റെ സിദ്ധാന്തം അവിടെ വർക്ക് ചെയ്യാണ്. തിരിച്ചിങ്ങോട്ടേക്ക് അതേ സാധനം തന്നെ, അതേ സാധനം ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നു. ഓക്കെ, ഇപ്പുറത്തോട്ടേക്ക് നോക്കുന്ന സമയത്ത് പല ആളുകളും എന്താ ചെയ്യുന്നത്, രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ കുറേ നല്ല കാര്യങ്ങളുണ്ട്, ഒന്ന് രണ്ട് ചീത്ത കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്താ അവർ പുറത്തോട്ടേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത് ആ നെഗറ്റീവ് ഫ്രീക്വൻസിയാണ്. അവിടെ ഇത് തന്നെ വർക്കാവും. തഥാസ്തു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ തഥാസ്തു ഇൻഷാ അല്ലാ, ആമേൻ എന്ന് പറഞ്ഞ പോലെ തന്നെ. മനസ്സിലായില്ലേ? സോ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന കാര്യം, അതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് വീണ്ടും ആയിരക്കണക്കിന് മടങ്ങായിട്ട് നമ്മളിലേക്ക് തിരിച്ചു വരും. എൻ്റെ ലൈഫിൽ ഇത് മാനിഫെസ്റ്റേഷൻ ആണെന്നൊന്നും എനിക്ക് അറിഞ്ഞിട്ടല്ല ഇത്രയും കാലം നമ്മൾ എന്ത് ചെയ്തത്, ജീവിച്ചു പോകുന്നത്. എന്തോ ഒരു സ്ട്രോങ് ഡിസയർ ഉണ്ട്, എനിക്ക് ജീവിച്ചേ പറ്റുള്ളൂ എന്നുള്ളതാ. അതാണ് എൻ്റെ സ്ട്രോങ് ഡിസയർ കേട്ടോ. ഇപ്പോഴും കൂടെ ഞാൻ പറയുന്നത് അതൊരു വലിയതാ. എഴഞ്ഞിട്ടാണേലും ശരി മുന്നോട്ട് ജീവിച്ചേ പറ്റുള്ളൂ. അതും ചുമ്മാ ജീവിക്കത്തില്ല ഞാൻ, അന്തസ്സോടെ. അന്തസ്സെന്ന് പറയുന്നത് ഈ പറയുന്നത് അങ്ങനെയല്ല. എനിക്കെന്ന് പറഞ്ഞാൽ ആരെയും ദ്രോഹിക്കാണ്ട് ജീവിക്കണം എന്നാണ്. എനിക്ക് എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് വന്നു, രതീഷ് എന്നാണ് അവൻ്റെ പേര്. അവനാണ് എന്നെ ശരിക്കും ട്രെയിൻ ചെയ്ത് തന്നത് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞു 369 ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 369 രാവിലെ എണീറ്റ് 3 തവണ, ഉച്ചയ്ക്ക് 2 മണിക്കിപ്പുറം 6 തവണ, കിടക്കുന്നതിന് മുമ്പ് 9 തവണ. ഞാൻ ഇച്ചിരി ഉടായിപ്പാ, ഷോർട്ട് കട്ടിൻ്റെ ഇസ്പേഡാണ് ഞാൻ, വേറെ ഒന്നും തോന്നരുത്. എഴുതി 2ാം ദിവസമായി എനിക്ക് മടി, ഞാൻ ടൈപ്പ് ചെയ്തു മൊബൈലിൽ. 3ാം ദിവസം ഞാൻ എന്ത് ചെയ്യാൻ പറയാം, കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചു. ഞാൻ പറഞ്ഞ മടിച്ചി ആയതുകൊണ്ടാണ്. പക്ഷേ ഇതിനകത്തൊരു സംഭവം, അന്ന് ഞാൻ 2 lakhs ആയിരുന്നു ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ സംഭവിച്ചു. എൻ്റെ അക്കൗണ്ടിൽ 2 lakhs വീണു. അത് വേറൊരു വഴിക്ക് 2 lakhs ജസ്റ്റ് എൻ്റെ അക്കൗണ്ടിലിട്ടിട്ട് വേറൊരു അക്കൗണ്ടിലേക്ക് തിരിച്ചു പോകാനുള്ളതാണ്. അതും ചേട്ടൻ്റെ ഇതിനകത്ത് വീഡിയോ ഒക്കെ പറയുന്നുണ്ട് ഇല്ലേ. ഞാൻ അവിടെ എനിക്ക് ചിരി വന്നു. ഞാനിതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ. ആരുടെ ഒരാളുടെയാണ് 369. എൻ്റെ അക്കൗണ്ടിൽ വിത്തിൻ 2 weeks എനിക്ക് 2 lakhs വരണം. അപ്പോൾ ഇത് ഇംഗ്ലീഷിലാട്ടോ. ചേട്ടൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് ഇംഗ്ലീഷിൽ എഴുതിയാലേ വരുവുള്ളൂ. എൻ്റെ സംശയം ഇതൊക്കെയാണ്. അപ്പോൾ 2 lakhs കൃത്യമായി 2 ലക്ഷം വരികയും 2 ആഴ്ച പോലും ആയില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 2 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നു. ആ അക്കൗണ്ടിൽ ഞാൻ വേറെ ആൾക്ക് കൊടുക്കുകയും ചെയ്തു. എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു, ഫണ്ട് ഒന്ന് റോൾ ചെയ്യാൻ വേണ്ടി. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, അപ്പോൾ ഇതിനൊക്കെ പവർ ഉണ്ടല്ലേ. നമ്മളങ്ങനെയല്ല, നമ്മൾ ഡിസയർ ചെയ്യുള്ളൂ. അപ്പോൾ ചേട്ടനോട് ഞാൻ ഈ ഇൻ്റർവ്യൂ തന്നെ എടുക്കാമെന്ന് വെച്ചാൽ, ഒരുപാട് സ്ത്രീകൾ നെഗറ്റീവിലാണ് കഴിഞ്ഞു പോകുന്നത്. അവർക്ക് നമ്മൾ എത്ര പോസിറ്റീവ് പറഞ്ഞാലും അവർക്ക് കിട്ടണില്ല. ഈ എന്തിലും അവർ കുറവാണ് കണ്ടുപിടിക്കുന്നത്. എനിക്ക് ഒരുപാട് കുറവുണ്ട്. പക്ഷെ ഇത് അവരെന്താണോ പോസിറ്റീവ് ആവുന്നില്ല. എനിക്ക് അവരിലേക്ക് എത്തിക്കാനാണ് ഞാൻ പ്രധാനം. കാരണം എൻ്റെ ഒരു മോസ്റ്റ് ഓഫ് ദ ഓഡിയൻസ് എന്ന് പറയുന്നത് സ്ത്രീകളാണ്.
അവരിൽ ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നതാണോ? നിങ്ങൾ പുരുഷന്മാർക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ വേറെയും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സ്ത്രീകൾക്കില്ല. ഇല്ല, ഞങ്ങൾക്ക് അത് അത്രയില്ല, പരസ്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ അങ്ങനെയല്ല കേട്ടോ പറഞ്ഞേ. നിങ്ങൾക്കൊരു ഇപ്പൊ സാധാരണ ആണുങ്ങൾ പറയുന്നത് അവർക്കൊന്ന് കുടിച്ചാൽ കൂട്ടുകാരുടെ കൂടെ ട്രിപ്പ് പോയാലോ, നമ്മളിപ്പോൾ കുഞ്ഞുങ്ങൾ സ്ത്രീകളല്ലല്ലോ വീട്ടിൽ ഇരിക്കുന്നവർക്ക് അത്രയും പറ്റുന്നില്ല, അവർക്ക് എന്ത് പറഞ്ഞിട്ട് പോസിറ്റീവ് ആവുന്നില്ല. അവരോട് ഇങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുക്കുമോ, നിങ്ങൾ ഇപ്പോൾ ഉള്ളതിൽ നിങ്ങൾ ഹാപ്പി ആണെന്നും നിങ്ങൾക്ക് അതിൽ നിന്ന് ഡെവലപ്പ് ആവണം. അവർക്ക് എൻ്റെ സ്ത്രീ ഓഡിയൻസിന് വേണ്ടിയിട്ട് നല്ലൊരു പോസിറ്റീവ്, അവർക്ക് ചിലപ്പോൾ ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും കാണുന്നത്, അവർക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഒന്നെന്താന്ന് വെച്ചാൽ ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെ പോലെയല്ല, എൻ്റെ ഡിഫറെൻറ്റാ. നിങ്ങൾക്ക് എല്ലാ മാസത്തിലും നിങ്ങൾക്ക് മെൻസസ് സംഭവിക്കുന്നുണ്ട്. ഈ മെൻസസിന്റെ സമയത്ത് നിങ്ങളിലേക്ക് സ്ട്രെസ് ഹോർമോൺ ഓൾറെഡി ബിൽഡ് ആവുന്നുണ്ട്. അപ്പം മൂഡ് സ്വിങ്സ് വരും. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ റിക്കവർ ആയിട്ട് ഒന്ന് വരുമ്പോഴത്തെ അടുത്ത സാധനം ഇല്ലല്ലോ. പിന്നെ നിങ്ങൾ ഇപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർ ജനിച്ച് ഇപ്പം ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ പോകുന്നുണ്ടാകും. നിങ്ങളിത് കഴിഞ്ഞ് നിങ്ങളൊരു ഒരു 18 വയസ്സൊക്കെ കഴിഞ്ഞ് വേരോടെ പിഴുത് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ട് നടുവാണ്. ആ കൊണ്ട് നടന്ന സ്ഥലത്ത് ഉള്ള സിറ്റുവേഷൻ മേ ബി നിങ്ങൾക്ക് അവിടെ നിന്നുള്ള നെഗറ്റീവ് സിറ്റുവേഷൻസ് ആയിരിക്കാം ഉണ്ടാകുന്നുണ്ട്. അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലൈഫാണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ തരണം ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്നും നമുക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ ഏറ്റവും വലിയൊരു മെൻറ്റാലിറ്റി എന്താ, നമ്മൾ പിക്ക് ചെയ്തെടുക്കുന്നത് നമ്മളുടെ ജീവിതത്തിലെ സക്സസ് സ്റ്റോറീസ് ആണോ, നമ്മുടെ ജീവിതത്തിലെ ഫെയിലിയേഴ്സ് ആണോ നമ്മൾ പിക്ക് ചെയ്തെടുക്കാറ്, അല്ലെങ്കിൽ നമ്മൾ സന്തോഷമാണോ പിക്ക് ചെയ്തെടുക്കാറ്, വിഷമമാണോ പിക്ക് ചെയ്തെടുക്കാറ്? നിങ്ങൾ ഹാപ്പിനെസ് ആയിരിക്കും, പക്ഷേ മെജോറിറ്റി ആളുകൾ പിക്ക് ചെയ്തെടുക്കുന്നത് നെഗറ്റിവിറ്റീസ് ആണ്, അറിഞ്ഞോ അറിയാതെയോ. അത് നമ്മൾക്കൊരു ടെൻഡൻസിയാണ് അല്ലേ. നമ്മളിപ്പോൾ ന്യൂസ് ചാനൽസ് എന്തുകൊണ്ടാണ് ന്യൂസ് നെഗറ്റീവായിട്ട് ഡ്രൈവ് ചെയ്യുന്നത്? പോസിറ്റീവ് ഡ്രൈവ് ചെയ്താൽ അവർക്ക് സാലറി കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതിനെ കൊണ്ടാണ്. മനസ്സിലായില്ലേ? സോ ഈ പറയുന്ന സിറ്റുവേഷൻ ഉള്ളതിനെ കൊണ്ട് തന്നെ ഒരു ഏറ്റവും കൂടുതൽ ഞാൻ പഠിച്ചിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ ഇതൊക്കെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് മാറ്റം വരുത്തുന്നത് എൻ്റെ ഓഡിയൻസിൽ, എൻ്റെ ക്ലയൻസിൽ, എൻ്റെ സ്റ്റുഡൻസിൽ 70% ലേഡീസാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് നിങ്ങളൊന്ന് ബിലീവ് ചെയ്തോ, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യും. ഓക്കെ, ഇനി അതിൽ ഷോർട്ട് കട്ടുകൾ തേടും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ അത് നമ്മളുടെ ഒരു ടെൻഡൻസിയാണ്. എന്നാലും പ്രാക്ടീസ് ചെയ്തല്ലോ. തീർച്ചയായും. ഓക്കെ, പക്ഷെ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതെന്തുകൊണ്ടെന്നുള്ളതാണ്. ഇപ്പം നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ്, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഇപ്പം നമ്മൾ കോൺഷ്യസ് മൈൻഡിന് ഒരു 5% കപ്പാസിറ്റി ആണെങ്കിൽ 95% കപ്പാസിറ്റി ഇരിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിനാണ്. ഇതാണ് എല്ലാം ബിൽഡ് ചെയ്യുന്നത്. ഇതിന് നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ബേസിക് നീഡ്സിനെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് എയിം. അതിനെക്കൊണ്ട് തന്നെ നിങ്ങൾ പുതിയ എന്തെങ്കിലും സാധനം ഇട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഒരു വേദന അനുഭവിക്കുന്ന ആളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് ചിന്തിക്കുന്നത് ആസ്വദിച്ച് വേദന അനുഭവിച്ചോട്ടെ, ഹീൽ ചെയ്യിപ്പിക്കും അതൊക്കെ എങ്കിൽ പോലും. ഇപ്പം നിങ്ങളൊരു ഫ്രസ്ട്രേഷനിലാണ്, അവിടെ ഇരുന്നോട്ടെ. അതിൽ നിന്നും നിങ്ങൾ ആ ഫ്രസ്ട്രേഷൻ മാറാൻ വേണ്ടി എന്തെങ്കിലും ഒരു എഫേർട്ട് ഇടുന്ന സമയത്ത്, നിങ്ങളിപ്പോൾ ഒരു ഓവർ വെയിറ്റ് ഉണ്ട്, ഓക്കെ, നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തീരുമാനം എടുത്തിട്ട് നിങ്ങളുടെ ഒരു ബിഹേവിയറൽ ചേഞ്ചസിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് ഇടാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. ഇത് ഓവർ എനർജി കൺസംഷനാണ്. മനസ്സിലായില്ലേ? ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ഓവറായിട്ട് എനർജി കൺസ്യൂം ചെയ്യും എന്നുള്ളതിനെ കൊണ്ട് ഇതിന് എത്രത്തോളം റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ, ഇതാണ് ഹ്യൂമൻ സൈക്കോളജിയാണത്. അത് എല്ലാവരുടെയും. ഞാനാണെന്നുണ്ടെങ്കിൽ എന്നോട് എൻ്റെ 5 AM ക്ലബ്ബുണ്ട്. 5 മണിക്ക് എൻ്റെ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യും. ഏകദേശം 14 രാജ്യങ്ങളിലുള്ള മലയാളീസ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഈ 5 മണിക്കുള്ള ക്ലബ്ബിൽ ഞാൻ സ്റ്റാർട്ടാവുന്നതിന് മുന്നേ ഈ പറഞ്ഞിട്ടുള്ള എനിക്ക് പൈസയൊക്കെ വന്നിരുന്നൊരു സമയമുണ്ടല്ലോ, ഞാൻ 8 മണിക്ക് ശേഷം എണീറ്റിരുന്ന ആളാണ്. അപ്പോൾ എന്നോട് എൻ്റെ വേറൊരു സുഹൃത്ത് പറഞ്ഞിരുന്നതെന്ന് അറിയോ, എനിക്ക് ജന്മമുണ്ടെന്ന് 5 മണിക്ക് എണീക്കാൻ കഴിയില്ല എന്നാണ്. ഇന്ന് ഞാൻ ജീവിക്കുന്നത്, ഞാൻ പണം ഉണ്ടാക്കുന്നതിൻ്റെ മേജർ സോഴ്സ് ഈ 5 മണിയിൽ ഈ ക്ലബ്ബ് റൺ ചെയ്തിട്ടാണ്. ഓക്കെ, പക്ഷേ ഈ 5 മണിക്ക് എണീക്കൽ കുറച്ച് കടമ്പയായിരുന്നു. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ
ചെറിയ ചെറിയ രീതിയിലേക്ക് അതിലേക്ക് ഇങ്ങനെ പാകപ്പെടുത്തി എടുത്ത് വന്നതാണ്. അപ്പം ഈ പറയുന്ന ലേഡീസ്, നിങ്ങളുടെ ഈ ലേഡി ഓഡിയൻസിനോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നു, നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു അടുത്ത ഒരു 30 ദിവസത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ നല്ല കാര്യങ്ങളില്ലേ, അറ്റ്ലീസ്റ്റ് നമുക്ക് ശ്വാസം കിട്ടുന്നില്ലേ, അറ്റ്ലീസ്റ്റ് നമുക്ക് ആ പറയുന്ന പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നില്ലേ, മിനിമം ഞാൻ പറഞ്ഞത് കേട്ടോ, 3 ആയിക്കോളുന്നില്ല, ഓക്കെ, നമുക്ക് ആരോഗ്യത്തോടു കൂടി നടക്കാൻ കഴിയുന്നില്ലേ, ഒന്ന് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയി നോക്കിയാൽ മതി, അവിടുത്തെ ഈ പറയുന്ന ആരോഗ്യമില്ലാതെ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് ഫേസ് ചെയ്യുന്ന ആളുകളെ കാണാം. ഇതൊക്കെ നമുക്കില്ലേ, നമുക്ക് ഫാമിലി മെമ്പേഴ്സ് ഇല്ലേ, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആണെങ്കിൽ പോലും അവിടെ ഉണ്ടല്ലോ. ഇല്ലാത്ത ആളുകൾ എത്ര പേരുണ്ട്, അനാഥരായിട്ടുള്ള എത്ര പേരുണ്ട്, ഇവരനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളില്ലേ, ഇതൊന്നും നമുക്കില്ലല്ലോ. അപ്പം ആ ഉള്ള കാര്യങ്ങളൊന്ന് പിക്ക് ചെയ്തെടുത്തിട്ട് അതിന് നന്ദി പറഞ്ഞിട്ട് നിങ്ങളൊരു 10-30 ദിവസം ഒന്ന് എഴുതി നോക്കി. അത് എഴുതി നോക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന നമ്മളുടെ കാഴ്ചപ്പാടുകൾ മാറും. സിമ്പിൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് എഴുതേണ്ടത്? യൂണിവേഴ്സിന് നന്ദി, ഞാൻ പ്രപഞ്ച ശക്തിയോട് നന്ദി പറയുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിനോട് നന്ദി പറയുന്നു. എന്തോ ആവാം, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമാവാം. അവിടെ ഒരു ഞാനതിൽ പരിപൂർണമായിട്ടും വിശ്വസിക്കുന്നു. അവിടെ ഒരു വിശ്വാസത്തിനെ നമ്മളവിടെ പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. എനിക്കിത് വിശ്വാസമുണ്ട്, ഒരു പോസിറ്റീവ് ഇമോഷനാണ് അവിടെ പോകുന്നത്. ഓക്കെ, എനിക്ക് ഇന്ന കാര്യം, നമ്മൾക്ക് വേദനകൾ സഹിച്ചിട്ട് നമുക്ക് ജന്മം നൽകിയ നമ്മളുടെ അമ്മ, വേദനകൾ സഹിച്ചിട്ട് നമ്മളെ ഗ്രോ ചെയ്യിപ്പിച്ചിട്ടുള്ള നമ്മളുടെ അച്ഛൻ, അല്ലേ, നമ്മളെ ഗൈഡ് ചെയ്തിട്ടുള്ള നമ്മളെ മെൻറ്റേഴ്സ്, ഗുരുക്കന്മാർ, ഓക്കെ, ഇതൊക്കെ നമുക്ക് നന്ദി പറയാം. നമ്മൾക്കിപ്പോൾ ഒരു റൂമാണെങ്കിൽ പോലും നമുക്ക് കിടക്കാൻ ഒരു സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് നന്ദി പറഞ്ഞൂടെ? തീർച്ചയായും. നമുക്ക് രാവിലെ എണീറ്റിട്ട് ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് കുടിക്കാൻ കിട്ടി, ഓക്കെ, ശുദ്ധമായ വായു നമുക്ക് ഇവിടെ ശ്വസിക്കാൻ വേണ്ടി കഴിയുന്നത്, അല്ലേ, ഒരു അരി ചില ആളുകൾ പറയും എന്നും ചോറ് നാളെയും ചോറ്, ഓക്കെ, ആ ചോറിൻ്റെ അരിമണി കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ആളുകളുടെ എഫേർട്ട് ഉണ്ട്. ഈ ആളുകൾക്കൊക്കെ നമുക്ക് നന്ദി പറഞ്ഞൂടെ? ചില ആളുകൾ റോഡിലേക്ക് ഇറങ്ങിയാൽ കൂടി ആ റോഡുണ്ടല്ലോ, പോകാൻ ആ റോഡില്ലേ, ഓക്കെ, അതിൽ നമ്മൾ നന്ദി പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നല്ല റോഡ്. ഈ പ്രാക്ടീസസ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. നമ്മളെല്ലാവരും കുറ്റം പറയാൻ നിന്നാൽ നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസി നെഗറ്റീവാണ്. തീർച്ചയായും. നമ്മൾക്ക് എന്താണോ നമ്മുടെ ഫ്രീക്വൻസി അതിനനുസരിച്ചിട്ടുള്ളതേ കിട്ടുള്ളൂ. ഓക്കെ, ഈ നാട്ടിൽ എല്ലാം നന്നാവണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും നല്ല രീതിയിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം, മനസ്സിലായില്ലേ? അതല്ലാതെ ഒരാളുടെ മാത്രം ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ഒരു സെർട്ടൻ പെർസെൻറ്റേജ് ആളുകളുടെ മാത്രം ഉത്തരവാദിത്തം എന്നല്ല ഇതൊന്നും, നമ്മളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തം. അപ്പോൾ ഈ പറയുന്ന സ്ത്രീകളോട് അഗെയിൻ എനിക്ക് പറയാനുള്ളത്, ഇതിന് നന്ദി, ഉള്ള കാര്യങ്ങൾക്ക് നന്ദി. എൻ്റെ അടുത്ത് എനിക്കിപ്പോഴും അറിയാം, ഒരു ക്ലയൻറ്റ് എന്നോട് പറഞ്ഞു, എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാനില്ല എന്ന് പറഞ്ഞു. ആദ്യത്തെ ദിവസത്തെ പ്രാക്ടീസിൽ എൻ്റെ പ്രീമിയം കമ്മ്യൂണിറ്റിയിലേക്ക് വന്ന 66 ദിവസം ഞാൻ ഗൈഡ് ചെയ്യും ഇവരെ. മോർണിംഗ് കമ്മ്യൂണിറ്റി പ്ലസ് എൻ്റെ പേഴ്സണൽ മെൻറ്റർഷിപ്പിൽ ഇങ്ങനെ ഗൈഡ് ചെയ്യും. എന്നോട് പറഞ്ഞു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാൻ എനിക്കില്ല. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ എഴുതാല്ലേ, അത് ഗ്രാറ്റിറ്റ്യൂഡ് ആണെന്ന് അവർക്ക് അറിയുന്നില്ല, തിരിച്ചറിവും അറിവും. ഓക്കെ, ഇപ്പം പറയുന്നത് ഞാൻ ആ സമയത്തിനുള്ളിൽ അത്ര നമ്പർ ഞാൻ എഴുതി തുടങ്ങി. അപ്പം ഞാൻ ചോദിച്ചു, എഴുതി തുടങ്ങിയതിന് ശേഷം എന്ത് മാറ്റമുണ്ട്? ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളെ മാറി. തീർച്ചയായും കുറച്ചുകൂടെ നമ്മൾ കാമാവും, ദേഷ്യപ്പെടാൻ പറ്റില്ല. ആ കാമാവുന്നിടത്താണ്, ഓക്കെ, ആ കാമാവുന്നിടത്താണ് നമ്മളുടെ പ്രോപ്പർ മാനിഫെസ്റ്റേഷൻ, പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻ നടക്കുക. നമ്മൾ ദേഷ്യപ്പെടുന്നിടത്ത് നെഗറ്റീവ് മാനിഫെസ്റ്റേഷനാണ് നടക്കുന്നത്. മാനിഫെസ്റ്റേഷൻ നടക്കും, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് എന്നെ പറ്റിക്കാം, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നിങ്ങൾക്ക് പറ്റിക്കാം. കറക്റ്റാണ്. ഞാൻ പറയാൻ കാരണം, ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ എൻ്റെ ഫ്രണ്ട് ഞാൻ പറഞ്ഞില്ലേ, പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവൻ എപ്പോഴും പറയും, നമ്മളായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമുക്കിതെല്ലാം വന്നു ചേരുള്ളൂ, നിനക്കതിനുള്ള യോഗ്യതയുണ്ട്. അത് കാരണസഹിതം നമുക്കിങ്ങനെ വിവരിച്ച് തരുമ്പോൾ ഓക്കെ ശരിയാണ്. അപ്പോൾ നമ്മളത് നന്ദി പറയാൻ തുടങ്ങി, ആളുകളോട് ക്ഷമിച്ചു തുടങ്ങി. അപ്പോൾ ഒരു പ്രശ്നം വന്നാൽ നോക്കാം, കൂളായി. മറ്റേപ്പാട് അങ്ങനെയല്ലോ, പ്രശ്നം വന്നാൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്തേ ചങ്ക് 100 മീറ്ററിലടിക്കും, ഇങ്ങനെ വിറയ്ക്കും, ഒന്നുമില്ല. ഇപ്പം കൂള്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഡീൽ ചെയ്യാം, സമാധാനപ്പെടും. ഇടയിൽ ഫോണുണ്ട്, ടെക്നോളജി എത്രയും വളർന്നല്ലോ. എനിക്ക് അതാണ് മെയിനായിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ
എനിക്കിതൊരു 10 പേർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുണ്ട്. പിന്നെ എങ്ങനെ പോകുന്നു നിങ്ങളുടെ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ? നന്നായിട്ട് പോകുന്നു, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോകുന്നു. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ വലിയൊരു സ്ട്രഗിളിലേക്ക് വന്നു വീണു. അപ്പം നിങ്ങൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ വേണമെന്നേ, പക്ഷെ അതിനെ ഒരു ട്രോമയാക്കിയിട്ട് നമ്മൾ അവിടെ വെച്ചേക്കരുത്. ഞാൻ എൻ്റെ സെഷനിലൊക്കെ പറയാറുണ്ട്, നമ്മളിപ്പോൾ ഒരു സാമ്പാർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല, ഇപ്പോൾ ശരണ്യ ഇപ്പം നിൽക്കുന്ന ശരണ്യ ആയത് എന്തുകൊണ്ടാണ്? ശരണ്യ ഫേസ് ചെയ്തിട്ട പ്രശ്നങ്ങളിൽ നിന്നും ശരണ്യ പുറത്ത് ചാടിയതിനെ കൊണ്ടാണ് അല്ലേ? ഇത്രയും ബോൾഡായിട്ടുള്ളൊരു ശരണ്യ ഒരു പ്രൊഡക്റ്റിന് പുറത്തോട്ട് കിട്ടിയതിനെ കൊണ്ടല്ലേ അല്ലേ? ഒരു നല്ലൊരു സാമ്പാർ ഉണ്ടാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ പച്ചക്കറികളൊക്കെ എടുത്തിട്ട് നേരെ ഇട്ടിട്ട് വേവിക്കുകയാണോ ചെയ്യുക? അല്ലല്ലോ. അത് നന്നായിട്ട് അരിയും, എന്നിട്ട് വാഷ് ചെയ്യും അല്ലേ? അരിയുമ്പോൾ കുറേ വേസ്റ്റ് കിട്ടും, വാഷ് ചെയ്യുമ്പോൾ കുറേ വേസ്റ്റ് കിട്ടും. ഇതൊക്കെ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് വേവിച്ചിട്ട് മസാലാസൊക്കെ മിക്സ് ചെയ്ത് ആ സമയത്തിനനുസരിച്ചിട്ട് നമ്മൾ ഇതുണ്ട്. ഈ സാധനം എടുത്തിട്ട് നേരെ നമ്മൾ കൊണ്ടുപോയിട്ട് ഒരാൾക്ക് വിളമ്പുന്ന സമയത്ത്, നമ്മൾ വിളമ്പി കഴിക്കുന്ന സമയത്ത് ഈ വേസ്റ്റ് എടുത്തിട്ട് കൊണ്ട് വിളമ്പുമോ? ഇല്ല. ഈ വേസ്റ്റ് അവിടെ വേസ്റ്റ് ഉണ്ട് നമ്മുടെ തലയ്ക്ക് ഭാരം വെച്ചിട്ട് നമ്മൾ കൊണ്ടു കിടക്കുമോ? ഇല്ലല്ലോ. ഇത് ഒഴിവാക്കില്ലേ ചെയ്യാറുള്ളത്? തീർച്ചയായും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വിശ്വസിക്കുന്ന നമ്മളുടെ പ്രപഞ്ചശക്തിയായിരിക്കാം, നമ്മൾ വിശ്വസിക്കുന്ന ദൈവമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് ബിലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആൾ ആരോ ആയിക്കോട്ടെ, ആ ഒരു പവർ നമ്മളുടെ ഉള്ളിലുള്ള സബ് കോൺഷ്യസ് മൈൻഡാണെന്ന് വിശ്വസിക്കുന്നവർ അങ്ങനെ വിശ്വസിക്കൂ, എന്തോ ആയിക്കോട്ടെ, അത് നമ്മൾക്കൊരു കാര്യം തരണമെങ്കിൽ അവിടെ നമുക്കൊരു പരീക്ഷണം കൊണ്ടുതരും. ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിച്ചാൽ മാത്രമേ നമ്മൾ അടുത്ത ലൂപ്പിലേക്ക് കയറുള്ളൂ, നമ്മളിലേക്ക് എന്തും ലഭിക്കുകയുള്ളൂ. എൻ്റെ 1 കോടി രൂപ ബാധ്യതയെ ഞാൻ എങ്ങനെ ടാക്കിൾ ചെയ്തു എന്നുള്ളതും, അവിടെ നിന്ന് ആ ഫ്രസ്ട്രേറ്റഡ് മൈൻഡ് സെറ്റ് അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ഫോണ് വരുന്ന സമയത്ത് പേടിയായിരുന്നു, അതിൽ നിന്ന് അതിനെയൊക്കെ സോൾവ് ചെയ്ത് എൻ്റെ മൈൻഡിനെ ഞാൻ പീസ് ഓഫ് മൈൻഡിലേക്ക് എത്തിച്ചപ്പോൾ എൻ്റെ ബാധ്യത തീർന്നു, എനിക്ക് ഫണ്ട് വെൽത്ത് എന്നിലേക്ക് വരുന്നു, എനിക്ക് ഹാപ്പിനെസ് വരുന്നു, എൻ്റെ ഫാമിലിയിലെ ഹാപ്പിനെസ് വർദ്ധിക്കുന്നു, ഓക്കെ, എൻ്റെ ആരോഗ്യം വർദ്ധിക്കുന്നു, എല്ലാം നമുക്ക് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഞാൻ എന്തുകൂടി ചെയ്തു, എൻ്റെ പാഷനിലാണ് ഞാൻ ഡ്രൈവ് ചെയ്തത്. ആളെ ചെരുപ്പിടിക്കലല്ലായിരുന്നു എൻ്റെ അൾട്ടിമേറ്റ് പാഷൻ. എൻ്റെ ചെറുപ്പം തൊട്ടിട്ടുള്ള പാഷൻ ആളുകളെ എംപവർ ചെയ്യിപ്പിക്കലായിരുന്നു. ഞാനൊരു സ്റ്റേജിൽ കയറി മൈക്ക് പിടിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ ആൾ എക്സൈറ്റഡ് ആവുമായിരുന്നു, ഓക്കെ, ആളുകൾക്ക് അതിനുള്ള ഗുണം കിട്ടുമായിരുന്നു. അപ്പോൾ എൻ്റെ പാഷൻ അതാണെന്നുള്ളത് എൻ്റെ ഇക്കിഗായി ഞാൻ കണ്ടുപിടിച്ചു, അതിൽ ഞാൻ ജീവിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ എന്നിലേക്ക് വെൽത്ത് വരാൻ വേണ്ടി തുടങ്ങി. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പല ആളുകളും ചിന്തിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഇങ്ങനെ ഇരുന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്ഷൻ എന്ന് പറഞ്ഞല്ലോ, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. ഇങ്ങനെയല്ല, ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി ടൂളുകൾ, നമ്മൾക്ക് എങ്ങോട്ടാ പോകേണ്ടതെന്ന് നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെകൾ ഓട്ടോമാറ്റിക്കലി ബിൽഡാകും. മനസ്സിലായില്ലേ? അത് മേ ബി ചാനലായിട്ടായിരിക്കാം. ഇപ്പോൾ ശരണ്യയിലേക്ക് അത് ചാനലായിട്ടാണ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയായിരിക്കും എന്നിലേക്ക് അത് ഈ പറയുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ബെൽവറി എന്ന് പറയുന്ന എൻ്റെ സ്ഥാപനത്തിൻ്റെ പേരിലായിരിക്കാം. ഓക്കെ, ഇങ്ങനെയൊക്കെ ടൂളുകളായിട്ട് നമ്മളിലേക്ക് വരും. അതിൽ കൂടെ നമുക്ക് വെൽത്ത് വരും, അതിൽ കൂടെ നമുക്ക് ഹാപ്പിനെസ് വരും, അതിൽ കൂടെ നമുക്ക് ആരോഗ്യം വരും, എല്ലാം വരും. എന്താണെങ്കിലും ചേട്ടനോട് ഒരു 10 കേട്ടോ, നമ്മൾ ഏകദേശം 1 മണിക്കൂർ സംസാരിച്ചു. ഹാപ്പിനെസ് ആണ്, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും പല ക്വസ്റ്റ്യനും ചോദിക്കേണ്ടി വന്നത്. എന്താണെങ്കിലും കുറച്ച് നേരം ഞങ്ങളോട് സംസാരിച്ചതിൽ ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞല്ലോ, ഇത് കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കും, ഡെഫിനറ്റായിട്ട് മെസ്സേജ് അയക്കും. ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച്. എന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണിത്. ഞാൻ വേറൊരു എക്സ്പീരിയൻസിലേക്ക് നിന്നിട്ടില്ലായിരുന്നു. മേ ബി അത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം, അല്ലേ? സ്ട്രോങ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം. എന്തായാലും എനിക്കും രസകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. നമ്മളുടെ ക്യാമറാമാൻ ഗോഡ്വിൻ അല്ലേ, ഗോഡ്വിനെ പരിചയപ്പെടാൻ വേണ്ടി കഴിഞ്ഞു, ശരണ്യെ പരിചയപ്പെടാൻ വേണ്ടി കഴിഞ്ഞു. നല്ല നല്ല ചോദ്യങ്ങൾ മുഴുവനും അനുഭവത്തിൽ നിന്നാണ് എനിക്ക് മനസ്സിലായി. ഹൃദയത്തിൽ എന്നോട് പല ആളുകളും ചോദിക്കാറുണ്ട്, നിങ്ങളുടെ കണ്ടന്റ് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയാറുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ എന്തായിരിക്കാം അതെന്നിങ്ങനെ തിരഞ്ഞു പിടിക്കാൻ നോക്കി. എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട്, ഇങ്ങനെ നിങ്ങളുടെ കണ്ടന്റ് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്.
അപ്പം ഞാൻ തിരഞ്ഞു പിടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഞാനൊരു ബുക്ക് വായിച്ചിട്ട് നിങ്ങൾ ആദ്യത്തെ ചോദ്യം ഇല്ലായിരുന്നോ, ആദ്യത്തെ എന്തായിരുന്നു ചോദ്യം, ഇതൊക്കെ ചെയ്തിട്ടാണോ പറയുന്നത്? എൻ്റെ ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാനൊരു സെഷൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ എല്ലാ ഞായറാഴ്ചയിലും ഞാൻ 3.5-4 മണിക്കൂർ നീണ്ടു നിൽക്കുന്നൊരു സെഷൻ ഞാൻ ചെയ്യുന്നുണ്ട്, ഓൺലൈനിലാണ്. ആ ചെയ്യുന്ന സമയത്ത് ഞാനൊരു സ്ലൈഡ് വെച്ചിട്ടല്ല പ്രസൻറ്റ് ചെയ്യാറുള്ളത്, ഞാൻ എൻ്റെ മനസ്സിൽ നിന്നാണ് പ്രസൻറ്റ് ചെയ്യാറുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ചോദിച്ചപ്പോഴും, ഇൻ്റർവ്യൂവിൽ ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ് ചോദിച്ചത്, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് മറുപടി പറഞ്ഞത്. ഞാനൊന്നും ക്വസ്റ്റ്യൻ പ്രിപ്പയർഡേ അല്ലായിരുന്നു. കാര്യങ്ങൾ ഇൻസിഡന്റ് ഉണ്ടായിരുന്നു, ഇതൊക്കെ ചോദിക്കണം, ഡൗട്ടുകൾ ചോദിക്കണം. അപ്പോൾ എനിക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നിനും ഞാൻ പ്രിപ്പയർ ആയിട്ടല്ല ഞാൻ വന്നത്, ഞാൻ എൻ്റെ മനസ്സിൽ നിന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു വലിയ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. വളരെ സന്തോഷം ഇത്തരത്തിലുള്ളൊരു ഓപ്പർച്യൂണിറ്റി എനിക്കും നൽകിയതിന് ഞാൻ നന്ദി പറയുന്നു. ഞങ്ങൾ വിളിച്ചതിന് വന്നതിന്, കോഴിക്കോട് നിന്ന് ഇവിടെ വരെ വന്നതിനാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത്. ഒരു ചായവെള്ളം പോലും മേടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. എന്താണെങ്കിലും രണ്ടുപേരുടെയും, നമ്മൾ രണ്ടുപേരും ഗിവ് ആൻഡ് ടേക്ക് ആണ്. അതെ, ആ ഇത് നന്നായിട്ട് പോട്ടെ, പ്രപഞ്ചം അത് ഉൾക്കൊള്ളട്ടെ. താങ്ക് യു സോ മച്ച്.